അവയവക്കടത്ത് കേസിൽ ഇഡി അന്വേഷണം സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരിലേക്കും ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ വിവരങ്ങൾ അവയവക്കടത്ത് റാക്കറ്റിന് കൈമാറിയത് ഡോക്ടർമാരെന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വൻ നീക്കം. അവയവക്കടത്ത് മാഫിയയ്ക്ക് പിന്നിൽ ആശുപത്രി മാനേജ്മെന്റുകളും ഡോക്ടർമാരും ഏജന്റുമാരും അടങ്ങുന്ന ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നാണ് ഇഡി കണ്ടെത്തുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ഈ വാർത്തയുടെ സുപ്രധാനമായ അപ്ഡേറ്റ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്ഡേറ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? കാരണം ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ആശുപത്രികളുടെ പങ്ക് വലുതാണ്. കാരണം അല്ലാതെ ഒരു മാഫിയയ്ക്കൊന്നും അങ്ങനെ കടന്നുകൂടാൻ പറ്റുന്ന ഒരു ഇടമല്ലല്ലോ ആശുപത്രികൾ. അപ്പോൾ ഡോക്ടർമാരുടെ പങ്ക് ഈ ലെക്ഷോർ MD-യെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു അന്വേഷണം, കൃത്യമായ ഒരു ദിശയിലേക്ക് നീങ്ങുകയാണ് ഇഡിയുടെ അന്വേഷണ പുരോഗതി. അത് എങ്ങനെയാണ് ജിജീഷ്? രാഖി, അശ്വതി, ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സൂചന ചെന്നെത്തുന്നത് ഡോക്ടർമാരിലേക്കാണ്. കാരണം ഡോക്ടർമാർ അറിയാതെ ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റിന് ആശുപത്രികളിലേക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക് ഉള്ളിലേക്ക് കയറിപ്പറ്റാനാകില്ല. അവർക്ക് ഇത്തരത്തിൽ രോഗികളെ സംബന്ധിച്ച് അവയവ മാറ്റം നിർദ്ദേശിക്കപ്പെട്ട രോഗികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കില്ല. ആ രോഗികൾക്ക് ഈ പണം വാങ്ങി ദാതാക്കളാകുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുമായുള്ള ഒരു കോണ്ടാക്റ്റ് ലഭിക്കില്ല. അത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും വ്യക്തമായിരിക്കുന്നത്. ഇതിൽ ഡോക്ടർമാർക്ക് കൃത്യമായ പങ്കാളിത്തമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പരിശോധന നടന്ന, സംസ്ഥാന വ്യാപകമായി നടന്ന റെയ്ഡിൽ ഉൾപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലെ ചില ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ലെക്ഷോർ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറെ അബ്ദുള്ളയെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായി വീണ്ടും അബ്ദുള്ളയ്ക്ക് നോട്ടീസ് നൽകുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറിയിരുന്നത്, അതിന് എന്ത് സാമ്പത്തിക നേട്ടമാണ് സ്വകാര്യ ആശുപത്രികൾ മാനേജ്മെന്റ് തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഡോക്ടർമാർക്ക് ഇതിൽ സാമ്പത്തിക ഇടപാടുകളിൽ എന്താണ് പങ്കാളിത്തമുള്ളത്? കാരണം ഇടനിലക്കാർക്ക് പലപ്പോഴും ഒരു രോഗിയെ ലഭിക്കുമ്പോൾ ആർക്കാണോ അവയവദാനം ആവശ്യമായുള്ളത്, ഇരകളായി ഉള്ള ആളുകൾ ആരാണോ അത്തരത്തിൽ ലഭിക്കുമ്പോൾ ഈ ദാതാക്കൾക്ക് നൽകുന്ന ആളുകളും തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ വലിയ തുകയുടെ ഇടപാടുകളാണ് നടക്കുന്നത്. 30 ലക്ഷം മുതൽ 30 ലക്ഷത്തിലധികം 35 ലക്ഷം രൂപ വരെ എല്ലാം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ ദാതാക്കളെ സംഘടിപ്പിച്ച് നൽകിയിരുന്നത്. ഇവർക്കെയും കരളുമെല്ലാം നൽകാൻ തയ്യാറായ ആളുകളെ കണ്ടെത്തി രോഗികൾക്ക് നൽകിയിരുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടായിരുന്നു ഈ ശസ്ത്രക്രിയകളെല്ലാം നടക്കുകയും ചെയ്തത്. അത് കൃത്യമായി തന്നെ സ്വകാര്യ ആശുപത്രികൾക്ക് അറിയാം. ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ഈ ശസ്ത്രക്രിയകൾ നടക്കുന്നു എന്ന കാര്യം മാനേജ്മെന്റിനും ഡോക്ടർമാർക്കും പൂർണ്ണ അറിവും ബോധ്യവുമുള്ള ഘട്ടത്തിൽ തന്നെയായിരുന്നു ഇത്തരം ശസ്ത്രക്രിയകൾക്ക് അവർ മുൻകൈ എടുത്തത് എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല ഈ സ്വകാര്യ ആശുപത്രികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ട്. അത്തരത്തിൽ നടത്തിയിട്ടുള്ള ശസ്ത്രക്രിയകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അതിലൂടെ ഉണ്ടാക്കിയ സാമ്പത്തിക ലാഭമടക്കമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്തുവകൾ എല്ലാം തന്നെ കണ്ടുകെട്ടും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ലെക്ഷോർ ആശുപത്രിയിൽ നിന്നടക്കം അവിടെയുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്ന് ലാപ്ടോപ്പുകളിലെ എല്ലാം തന്നെയുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. എത്ര സർജറികൾ നടന്നിട്ടുണ്ട് അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട്, ആരെല്ലാമാണ് അതിൽ രോഗികളായിട്ടുള്ളത്, ആരെല്ലാമാണ് അതിൽ ദാതാക്കളായിട്ടുള്ളത്, ഏത് ഡോക്ടർമാരാണ് അവയവമാറ്റം നിർദ്ദേശിച്ചിട്ടുള്ളത്, ആരുവഴിയാണ് ഈ ഏജന്റുമാരിലേക്ക് എത്തിയത് എന്നാണ് പരിശോധിക്കുന്നത്. പല സ്വകാര്യ ആശുപത്രികളും ഏജന്റുമാർ തമ്പടിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. കൃത്യമായി തന്നെ ഒരു രോഗി ഉണ്ടാകുമ്പോൾ അത് ഏജന്റിന് വിവരം നിമിഷങ്ങൾക്കുള്ളിൽ ലഭിക്കുകയും ചെയ്യുമായിരുന്നു. അതെ, ജിതീഷ് സൂചിപ്പിച്ചതുപോലെ, അതായത് ഒരു രോഗി എത്തുമ്പോൾ കൃത്യമായ ഇൻഫോർമേഷൻസ് ഇങ്ങനെ പാസ് ചെയ്ത് ഒരു വമ്പൻ റാക്കറ്റ് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇഡിയുടെ റഡാറിൽ ഈ സംഘങ്ങൾ ഉണ്ട്. ഇനി കുടുങ്ങാത്തവർ വളരെ വേഗം കുടുങ്ങും, അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്തരത്തിലുള്ള ഒരു കുരുക്ക് തന്നെയാണ് ഇഡി മുറുക്കിയിരിക്കുന്നത്. ഡോക്ടർമാരെല്ലാം തന്നെ ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളതാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്തത്.